നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, വേദനകൾ ഇവയൊന്നും ചെറുതൊന്നുമല്ല. എന്നാൽ കേന്ദ്രം ഇതിനെയൊക്കെ ഏറെ ചെറുതായി കാണുന്നത് പ്രവാസികളെ വല്ലാതെ അലട്ടുകയാണ്. ഏറെ നാളായി നാട്ടിലേക്ക് വരണമെന്ന പലരുടെയും ആവശ്യം കേന്ദ്രം തടഞ്ഞുവെച്ചു. മറ്റുള്ള നാടുകൾ പ്രവാസികളുടെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ പ്രവാസികൾക്കായുള്ളൂ. എന്നാൽ പ്രവാസികളെ തങ്ങളുടെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുമെന്ന വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വന്നു. എന്നാൽ പ്രവാസികളുടെ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ മറ്റൊന്നാണ് സംഭവിക്കുന്നത്. കോവിഡ് ബാധിതരല്ലാത്ത പ്രവാസികളുടെ മൃതദേഹങ്ങൾ മടക്കി അയക്കുകയാണ്. അനുമതിയില്ലാത്തതിനെ തുടർന്നാണ് ഇവരെ മടക്കി അയച്ചത്. 3 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ തിരിച്ചയച്ച നടപടി തന്നെ ഞെട്ടിച്ചെന്ന് UAE ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ പോലും പറഞ്ഞു കഴിഞ്ഞു. കോവിഡ് അല്ലാത്ത കാരണങ്ങളാൽ മരണപ്പെട്ട 3 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് വ്യാഴാഴ്ച ദില്ലിയിൽ നിന്ന് അബുദാബിയിലേക്ക് തിരിച്ചയച്ചത്. കോവിഡുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണോ മൃതദേഹങ്ങൾ തിരിച്ചയച്ചതെന്ന് അറിയത്തുമില്ല. എന്നാൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് അയക്കുന്നില്ലെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. വിമാനത്താവളത്തിലെ പുതിയ പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ തന്നെ മൃതദേഹങ്ങൾ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയിരുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവ തിരികെ അയക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തിഹാദ് എയർവേസ് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ അയച്ചത്. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കാൻ അനുവദിക്കാതെ അബുദാബിയിലേക്ക് തന്നെ തിരിച്ചയക്കുകയായിരുന്നു ചെയ്തത്. തുടർന്ന് പ്രവാസികളുടെ വ്യാപക പ്രതിഷേധത്തിനൊടുവിൽ ഇന്നലെ വൈകുന്നേരം കേന്ദ്ര സർക്കാർ പ്രത്യേക ഉത്തരവും ഇറക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.